İnkılap zindabad! İnkılap zindabad! കത്തിപ്പാറാറട്ടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം. ഇൻക്ലാബ് സിന്ദാബാദ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? എന്തൊരു കയറ്റമാണ് കയറിയത്. 105 രൂപ എന്നുള്ളത് 113. ഇനി അതും കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും അറിയാതെ മനുഷ്യൻ്റെ ജീവിത സൗകര്യങ്ങളിലേക്ക് ഒരു ദുരന്തം പോലെ, ഒരു ഇരവിഴുങ്ങി പാമ്പിനെ പോലെ നമ്മുടെ ജീവിത സൗകര്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേമങ്ങളെല്ലാം തന്നെ കവർന്ന് വിഴുങ്ങാൻ വേണ്ടി വരുന്ന ഒരു ഇരപിടിയൻ പാമ്പിനെ പോലെ ഈ പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് ഇങ്ങനെ വരികയാണ്. സ്ഥിരമായിട്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ സഹികെട്ടുകൊണ്ട് CPIയുടെ ഭാരവാഹികൾ വളരെ രൂക്ഷമായിട്ട് വളരെ തീവ്രമായിട്ടുള്ള സമരരീതി നടത്തിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് പാഷൻ പ്രോ ബൈക്ക് കത്തിച്ചിരിക്കുകയാണ് പരിയാരം കമ്മിറ്റി പ്രവർത്തകർ. VM ടെൻസന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു പ്രതിഷേധമാണ്. പൂവത്തിങ്കൽ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ ജാഥ അത് സൊസൈറ്റി ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചാണ് ഈ പാഷൻ പ്രോ ബൈക്ക്, അത് ഉപയോഗിച്ചിരുന്ന ബൈക്ക് തന്നെയാണ് ഒരു പ്രവർത്തകൻ, ആ ബൈക്കാണ് കത്തിച്ചിരിക്കുന്നത്. അത്ര കണ്ട് സഹികെട്ടിരിക്കുകയാണ് പൊതുജനം. കാരണം ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വില എവിടെ ചെന്ന് നിൽക്കും? നമ്മളെല്ലാവരും നമ്മൾ കാലത്ത് എഴുന്നേൽക്കുന്നു, നമ്മൾ വണ്ടി എടുക്കുന്നു, നമ്മൾ പോകുന്നു. ഈ കാലത്ത് വണ്ടി എടുത്ത് ഉച്ചയ്ക്ക് നമ്മൾ ഡെസ്റ്റിനേഷൻ സെൻറ്ററിലേക്ക് എത്തുന്നേക്കാളും മുൻപ് വില വർദ്ധിക്കുകയാണ്. 50 പൈസ, 80 പൈസ, 1 രൂപ, ഇങ്ങനെ ഈ പണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ക്ഷേമങ്ങളെ, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ ഒരു ചായയുടെ വില എത്രയാണ്? ഒരു പരിപ്പ് വടയുടെ വില എത്രയാണ്? ഒരു ഊണ് കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഗ്യാസിൻ്റെ വില വർധന ഒരു വശത്ത്, ഇന്ധന വില വർധന ഒരു വശത്ത്. ശരിക്കും പറഞ്ഞത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഉറങ്ങാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് CPIയുടെ ഭാരവാഹികൾ, അത് പരിയാരം മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വലിയ തീവ്രമായിട്ടുള്ളൊരു പ്രതിഷേധം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. പാഷൻ പ്രോ ബൈക്ക് കത്തിച്ചുകൊണ്ട്, പരസ്യമായിട്ട് പാഷൻ പ്രോ ബൈക്ക് കത്തിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സമരത്തിന് നേതൃത്വം കൊടുത്തിരിക്കുകയാണ് CPIയുടെ ഭാരവാഹികൾ. മുൻപും ഈ VM ടെൻസൻ വളരെ വ്യത്യസ്തമായിട്ട് സമരമുറകൾ സംഘടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വെള്ളം വരാത്തതിനെ തുടർന്ന് കനാലിൽ നെഞ്ചിനൊപ്പം വെള്ളത്തിൽ നിന്നുകൊണ്ട് ജലശയ്യ സമരം നടത്തിയത്. അയാൾ ഈ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. സമരങ്ങൾ മാത്രമല്ല, കുറച്ച് നാളുകൾക്ക് മുന്നാണ് പ്രണയ ദിനത്തിൽ പ്രണയികളായിട്ടുള്ള ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു വലിയ സംഘം സംഘടിപ്പിച്ചത്. ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽപ്പെടുന്ന ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇത് ജനങ്ങൾ ഏറ്റവും ശക്തമായി നൽകുന്ന ജനങ്ങളുടെ വികാരത്തിൻ്റെ മുന്നിലുള്ള ഒരു സമരമാണ് ഈ പാഷൻ പ്രോ ബൈക്ക് എത്തിച്ചുകൊണ്ട്. കാരണം അത്രയ്ക്കും അസഹനീയമായ ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതിൻ്റെ തെളിവാണിത് ഈ സമരം എന്നാണ് വ്യക്തമാക്കുന്നത്. ഇത് പ്രതീകാത്മകമായിട്ടാണ് ഈ ബൈക്ക് കത്തിക്കുന്നത്. ജീവിക്കാനായിട്ട് ഇവിടെ യാതൊരുവിധ നിവൃത്തിയുമില്ലാത്ത സാഹചര്യമാണ്. നമുക്കറിയാം, പെട്രോളിന്റെയും ഡീസലിന്റെയും വില 100 രൂപ കവിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില വാണംകുറ്റി പോലെ ഉയരുകയാണ്. ഇന്നലെ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭരിച്ചപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രിയായ സതീശ മേനോനടക്കം പറഞ്ഞിരുന്നത് സെസ് കുറയ്ക്കുക. ഇടതുപക്ഷ സർക്കാർ ഈ ഇന്ധനത്തിനുള്ള സെസ് കുറയ്ക്കാനാണ് പറഞ്ഞിരുന്നത്. നമ്മളിപ്പോ സതീശ മേനോന്റെ മന്ത്രിസഭയോട് സെസ് കുറയ്ക്കാനൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ അധികാരം നഷ്ടപ്പെട്ടിട്ട് 3-4 മാസമായിട്ടുള്ളൂ. വീണ്ടും നമ്മൾ ചെയ്യാത്ത കാര്യം ഇപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന RSSും കേരളം ഭരിക്കുന്ന UDFും ഒറ്റക്കെട്ടാണ് ഈ ഇന്ധന വിലയുടെ കാര്യത്തില്, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെടുക്കുന്ന നയങ്ങളുടെ കാര്യത്തില്, മറ്റ് എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസിന് യാതൊരു പ്രതിഷേധവുമില്ല. കോൺഗ്രസ് കൈകെട്ടി നിൽക്കുകയാണ്. ഇത്രയും വലിയ രീതിയിൽ ഈ വിലവർദ്ധനവ് നടപ്പിലാക്കിയപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ്, ഈ വിലയുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പ്രതിഷേധിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരാളും കാണില്ല. കാരണം ഇത് വലിയ രീതിയിലുള്ള ഡീലാണ്. ഈ രാജ്യം കത്തി നശിച്ചാലും വില കയറ്റം കൊണ്ട് പുറകുമുട്ടിയാലും മനുഷ്യൻ ചത്തൊടുങ്ങിയാലും കോൺഗ്രസ്സുകാരൻ ഉണ്ടില്ല. കോൺഗ്രസ് BJPക്കെതിരെ പറയില്ല, കോൺഗ്രസ് കേന്ദ്രത്തിനെതിരെ പറയില്ല. ഇവരെല്ലാം തന്നെ ബായും ബായിയാണ്. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം. ഇൻക്ലാബ് സിന്ദാബാദ്.